പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. സാധാരണ രീതിയിൽ ഞായറാഴ്ചകളോ അല്ലെങ്കിൽ നവനാൾ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ ചില സ്ഥലത്ത് അവരിയ്ക്കില്ല. ഏത് സുവിശേഷ വായന കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കണ്ടിന്യൂ ചെയ്യാനാണ്. അച്ഛൻ ഇനി വചനം പറയണമെന്നില്ല, കുർബാന തുടരാം എന്നുള്ള ഒരു സൂചനയാണ് അതിലൂടെ. പക്ഷെ നിങ്ങളെല്ലാവരും ഇരുന്നു. അപ്പം ഞാൻ അതിനെ പ്രതി ഈശോയ്ക്ക് മഹത്വം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ഈ ശുശ്രൂഷ ഓൺലൈനിൽ കാണുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ടെന്നാണ്, ഞാൻ ലൈവ് ഇത് പോകുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവരെയും യേശു ക്രിസ്തുവിൽ പ്രത്യേകമായിട്ട് അഭിവാദനം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രിയ സഹോദരങ്ങളെ, പെട്ടെന്ന് ഇങ്ങനെ ഈ ഹാളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? ചൂടുകാറ്റ് വരുന്നുണ്ടോ? ഈ ചൂടുകാറ്റാണ്. അത് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് ഇത്. ഇവിടെ നമുക്കറിയാം ഇത് കുറച്ച് നേരമുള്ളൂ അല്ലേ? ശുദ്ധീകരണ സ്ഥലത്തിൽ ഇതല്ല, ഇത് അതിൻ്റെ 10,000-ത്തിലൊരു അംശം പോലും ആയിട്ടില്ല. മുഴുവൻ സമയം നമുക്ക് ഈവനിങ് ആയ ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ വേണമെന്ന് കിടന്നുറങ്ങാം. ഉച്ചനേരത്തെ ഇച്ചിരി എന്നാൽ അതിൻ്റെ അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും. അതുകൊണ്ട് നമ്മൾ നരകത്തിലും ശുദ്ധീകരണ സ്ഥലത്തിലും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോമ്പ് കാലം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. എത്ര നോമ്പാണ്? 25 നോമ്പിലാണോ നമ്മൾ 50 നോമ്പിലാണോ വ്യാപരിക്കുന്നത്? 50 നോമ്പ് അല്ലേ? പാതി നോമ്പ് എന്നാണ് വരുന്നത്? നാളെ അല്ലേ? നാളെ നമ്മുടെ പാതി നോമ്പാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ഇച്ചിരി വീഴ്ചകളും പോരായ്മകളൊക്കെ നമ്മുടെ നോമ്പ് എടുക്കുന്നതിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് കുറേ കൂടി ഉണർവോടും അഭിഷേകത്തോടും കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് യേശുവിനെ കുറിച്ചിട്ടാണ് പ്രിയ സഹോദരങ്ങൾ. ഇവിടെ ആദ്യമായിട്ട് അച്ഛൻ വരുമ്പോൾ ഞാൻ എന്താണ് ഈശോ, ഞാൻ കുറേ ഒരുങ്ങിയ ടെക്സ്റ്റുകളൊക്കെ ഞാൻ ഒരുങ്ങിയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടെ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഈ ഒരു വിഷയമാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും ഇവിടെ വന്നപ്പോൾ ദൈവാത്മാവ് അങ്ങനൊരു പ്രചോദനമല്ല നൽകുന്നത്. ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് 4 ചിന്തകൾ, യേശുവിനെ കുറിച്ച് 4 കാര്യങ്ങൾ പറയാനായിട്ടാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നത് ഈ ഉച്ച നേരം ഇതുപോലെ ചൂടാവുമ്പോൾ നിങ്ങളൊക്കെ ഉറങ്ങിയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉറങ്ങിയാലും വിരോധമില്ല, അല്ല നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല എന്ന്. പക്ഷെ നിങ്ങളൊക്കെ ഭയങ്കര വെരി പവർഫുൾ ആത്മാവിൽ നിറഞ്ഞ വ്യക്തികളെ പോലെ നിങ്ങൾ കണ്ണു തുറച്ച് അച്ഛനെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത, ഞാൻ എന്നോട് രഞ്ജിത്ത് അച്ഛൻ ഈ 12 മണിക്കിലത്തെ കുർബാന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ ദൈവം, ഈ ആൾക്കാർ മുഴുവൻ കൂർക്കം വലിച്ച് ഉറക്കാനാവും മിക്കവാറും അച്ഛൻ 12 മണിക്ക് കുർബാന വെച്ചിട്ടുള്ളതെന്നാണ്. പക്ഷെ ഇതുപോലത്തെ ഒരു ഗ്രൂപ്പാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. നമുക്ക് നല്ലൊരു ഈശോയ്ക്ക് മഹത്വം കൊടുത്ത് നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് ഇനി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഇനി വചനത്തിലേക്ക് പോയിക്കോട്ടെ. ആദ്യമേ വേറൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് അച്ഛൻ പറയുന്നത് തിരിയുന്നുണ്ട് എങ്കിൽ കരങ്ങൾ ഉയർത്തി ഇങ്ങനെ വീശണം. സിസ്റ്ററിൻ്റെ അവിടേക്ക് തിരിയുന്നുണ്ടോ? സിസ്റ്ററെ പുറകിലെ തിരിയുന്നുണ്ടോ? അച്ഛൻ പറയുന്നത് തിരിയുന്നുണ്ടോ? യെസ്, ഗുഡ്. കാരണം എന്താണെങ്കിൽ എപ്പോഴും നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്, പല പള്ളികളിൽ പ്രത്യേകിച്ചും അതൊന്നും നോക്കാതെ പള്ളി പണിയും. പക്ഷെ ഇവിടെ ഞാൻ നോക്കുമ്പോൾ രഞ്ജിത്തച്ഛനിലൂടെ ഈശോ എല്ലാം മനോഹരമായ വിധത്തിൽ ഹോളും എല്ലാമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി സീലിങ്ങിൻ്റെ ഒരു കുറവാണ് ഞാൻ കാണുന്നത്. ദൈവം നിങ്ങളിലൂടെ അത് നിവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഇപ്പോൾ കുറച്ച് ശുദ്ധീകരണ ഒരു അനുഭവമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാൽ എല്ലാവരും നമ്മുടെ പോലെ വിശ്വാസികളൊന്നും ആവില്ല. അപ്പോൾ അവർക്ക് അത്യാവശ്യം സൗകര്യമൊക്കെ വേണ്ടി വരും. കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഇനി അതിന് വേണ്ട ഒരുക്കങ്ങൾ കർത്താവ് ചെയ്തു തരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ 4 കാര്യങ്ങളാണ് ഈശോയെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഒന്നാമത്തേത് വിശുദ്ധ മർക്കോസ് ലീഹായുടെ, നിങ്ങൾ ബൈബിൾ എടുക്കണം കേട്ടോ. ബൈബിൾ ഉള്ളവരൊക്കെ നിങ്ങൾ കുറേ പേര് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രത്യേകമായിട്ട് അച്ഛൻ അഭിനന്ദിക്കുകയാണ്. അതിൽ മർക്കോസ് ലീഹായുടെ 4-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനത്തിൻ്റെ ക്യാപ്ഷൻ കിട്ടിയൊരുന്ന് വായിച്ച്. 4:35 ക്യാപ്ഷൻ. ക്യാപ്ഷൻ, അതായത് ഹെഡിങ് വായിച്ചാൽ മതി. കടലിനെ ശാന്തമാക്കുന്നു ഒന്ന് പറഞ്ഞ്. ക്യാപ്ഷൻ എന്താണ്? കടലിനെ ഇതിലൂടെ 2026 ആയിരിക്കുന്ന നമ്മോട് കർത്താവ് എന്താണ് പറയുന്നത്? ഇതിലൂടെ ഒരു മെസ്സേജ്
അതായത് ഉച്ചനേരല്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് സുവിശേഷത്തിലേക്ക് കണ്ടമാനം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ ഉണരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് നമുക്കൊരു വ്യാഖ്യാനമാണ് ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. കടലിനെ ശാന്തമാക്കുന്നു എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇന്ന് 2026 നിൽക്കുമ്പോൾ ഈശോ അതിലൂടെ എന്താണ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹലോ, എന്താണ്? മൈക്കൊക്കെ എടുത്ത് വരാം, കാരണം ഉറക്കപ്പിശാചുകൾ കൂട്ടത്തോടെ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, തെറ്റിയാലും ശരിയായാലും കുഴപ്പമില്ല. എന്താണ് കടലിനെ യെസ്, മനസ്സ് ശാന്തമാക്കുക. കറക്റ്റാണ്. നിങ്ങൾ പറയണ എല്ലാ ആൻസറും ഇതിന് കറക്റ്റ് ആയിരിക്കും. ഓൺലൈൻകാർക്ക് അവർക്ക് പറയാനുള്ള ചാൻസ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ആർക്ക് പറയാമോ? ഗസ് ചെയ്തോ? യെസ് യെസ് യെസ്. എന്താണ്? കടലിനെ ശാന്തമാക്കുക, വിശ്വാസം. പിന്നെ എൻ്റെ അച്ഛൻ ഈ മൈക്കായിട്ട് വരുന്ന കാരണമാണ് ഞങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മൈക്കായിട്ട് വരുന്നത്. അതായത് യേശു കടലിനെ ശാന്തമാക്കുന്നത് വഴി യേശുവിനെ എന്തിൻ്റെ മേൽ അധികാരമുണ്ട്? പ്രപഞ്ചത്തിൻ്റെ മേൽ. യേശുവിനെ പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞ് യേശുവിനെ അച്ഛൻ പറയുന്നത് ഏറ്റു പറഞ്ഞാൽ, ഏറ്റു പറയുമ്പോ നല്ല വിടിച്ചില്ലായിട്ട് പറയണം, നല്ല പവർഫുൾ ആയിട്ട് പറയണം. യേശുവിനെ ഗുഡ് പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുണ്ട്. മൈക്കിൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. മൈക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൽ പറയേണ്ട അഭിഷേകം പ്രാപിക്കും. നമ്മുടെ ശബ്ദം കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറക്കെ പറയണം. നമ്മൾ ഉറക്കെ പറഞ്ഞാൽ മതി, യേശുവിനെ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുണ്ട്. ഇനി 5ാമത്തെ കഴിഞ്ഞു, ഒരു പ്രഘോഷണം കഴിഞ്ഞു. ഇപ്പോൾ ഇനി 2ാമത്തെ. അല്ല, ഇത് എത്ര മണി വരെ പോവാം? അങ്ങനെ ഒരു വിഷയമുണ്ട് എനിക്ക്. ഞാൻ മൈക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ആക്ഷേപം, ഞാൻ അങ്ങനെ ഒരു പള്ളിയിൽ വികാരിച്ചനാണ്, അധിക പ്രസംഗി എന്നാണ് പറയണത്. മൈക്ക് എടുത്തു കഴിഞ്ഞ് പിന്നെ നിർത്തില്ലേ. ഇപ്പം എത്ര മണി വരെ പോകാൻ ടീച്ചറെ? ഈ ടീച്ചറാണ് എന്നെ സമയം പറഞ്ഞ് എന്നെ നിർത്തിപ്പിക്കേണ്ടത്. ഈ ടീച്ചറുടെ കടമയാണ്. അല്ലെങ്കിൽ ഈ ടീച്ചറാണ് അതിനെല്ലാം ഉത്തരവാദിയും. ഈ ടീച്ചറാണ്. എത്ര മണി വരെ നമ്മൾ പോകേണ്ടത്? 1:30 അല്ലേ? 1:45 വരെയൊക്കെ വേണം പോയിരിക്കും അല്ലേ? അപ്പോൾ 1:45 മുമ്പായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ 1:45 മുമ്പായിട്ട് അവസാനിപ്പിക്കണം. 1 മണിയാകുമ്പോൾ നിർബന്ധമായിട്ട് അവസാനിപ്പിക്കാൻ പറയണം. ഇപ്പം എത്ര മണിയായി? ദൈവമേ, ഇത്രയും സമയം! ഇത് പെട്ടെന്ന് തീരും. പെട്ടെന്ന് തീരും. അപ്പോൾ 2ാമത്തെ കാര്യം യേശുവിനെ കുറിച്ച്. ഒന്നാമത്തെ കാര്യം എന്താണ്? സുവിശേഷം പറയുന്നത് എന്താണ്? യേശുവിനെ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുണ്ട്. 2ാമത്തെ വിശുദ്ധ മർക്കോസ്ലിയുടെ സുവിശേഷം 5:1. അതിന് അച്ഛനിത് വായിക്കാനൊക്കെ മുൻകൂട്ടി പറയണ്ടേ? ഞങ്ങള് കണ്ണാടി എടുക്കാണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്താണ്? പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. ഈ കടലിന് ശാന്തം പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനത് ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. എൻ്റെ സ്വന്തം വീട് കണ്ടശാങ്കടവാണ്. എൻ്റെ അമ്മ വീട് പാവറട്ടിയാണ്. ഞാൻ ഈ മൈക്കിൽ ഉപയോഗിക്കുമ്പോൾ പുറകിൽ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണോ? യെസ്. നിങ്ങളിങ്ങനെ കാണിച്ചാലാണ് എനിക്ക് ക്ലിയർ ആവുള്ളൂ. പുറകിൽ ക്ലിയർ ആണ്. യെസ്, ഗുഡ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെ മൂവ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അവിടെ തന്നെ നിൽക്കണ്ടല്ലോ. ഇതല്ലേ നല്ലത്? അപ്പോൾ ഞാൻ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ മൈക്ക് എടുത്തിട്ട് അമ്മച്ചി ഉറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് എളുപ്പമുണ്ട് നമുക്ക് ഈ മൈക്ക് കൊണ്ട്, ഈ കോഡ്ലെസ് മൈക്ക്. എന്തായാലും രഞ്ജിത്തച്ഛന് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നമ്മൾ കടലിനെ ശാന്തമാക്കുക, അതായത് പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഞാൻ കുഞ്ഞുനാളിൽ പഠിച്ചത്, എൻ്റെ അമ്മ വീട് പാവറട്ടിയാണ്. അപ്പം അന്ന് 90കളിലൊക്കെ കരിസ്മാറ്റിക് പ്രസ്ഥാനം കൊണ്ട് കത്തിജ്വലിച്ച് വരുന്ന സമയമാണ്. നിങ്ങളിലൊക്കെ പലരും പോട്ടയിലും അവിടത്തേക്ക് വേണമെങ്കിൽ പ്രേക്ഷിതരൊക്കെ ഉണ്ടാവും. വേണ്ട, എൻ്റെ ആൻറ്റിയൊക്കെ പോട്ടയിലെ പ്രേക്ഷിതരാണ്. ശനിയാഴ്ചകളിൽ അങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ ഈ വലിയൊരു കൺവെൻഷൻ മാത്യു നായിക് അമ്പലച്ചൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ പാവറട്ടി പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ മോണ്ടകത്താണ് കൺവെൻഷൻ. ജനം ഇങ്ങനെ ആ മെയിൻ റോഡില്ലേ അവിടം വരെ ജനാണ്. നേരത്തെ വന്നില്ലെങ്കിൽ സീറ്റ് കിട്ടില്ല. ഞാനന്ന് 4ാം ക്ലാസ് 5ാം ക്ലാസ്സൊക്കെയാണ്. അപ്പൊ ഞങ്ങൾക്കൊരു കുറെ ആൾക്കാരൊക്കെ അല്ലേ. അപ്പൊ വലിയൊരു ഓളാണ്. ഞങ്ങൾ അവിടെ ഇരിക്കുന്നു, യേശുവേ എന്ന് വിളിക്കുന്നത്. 3ാമത്തെ ദിവസം ഒരു ബ്രദർ ഒരുക്കാണ്. അങ്ങനെ ബ്രദർ ഒരുക്കണ്ട ഇടയില് അപ്പൊ പന്തലൊന്നുമില്ല. കാർമേഘം ഇങ്ങനെ അടിച്ചു കയറി വരികയാണ്. നമുക്കറിയാം, ഓരോരുത്തർ വരുമ്പോൾ പലരും വണ്ടിയൊക്കെ നനഞ്ഞിട്ടാണ് വരണത്. കൊട വരുന്നു. അപ്പൊ മഴ ഇങ്ങനെ കയറി പള്ളിക്കുളം ഇങ്ങനെ കയറി വരികയാണ്.
എന്നിട്ട് അപ്പൊ നമുക്ക് അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ആകെ കൊളാവൂലോ ഇപ്പോ, ആകെ വെള്ളം, മഴ, ആകെ നനയാം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവര് നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഇവിടേക്ക് കയറുമ്പോൾ കുട ചുരുക്കില്ലേ, ഇതുപോലെയാണ് ആ കൺവെൻഷൻ ഗ്രൗണ്ട് ഉണ്ടല്ലോ, പന്തലൊന്നും തൊട്ടിട്ടില്ല, ആ ഗ്രൗണ്ടിൽ മഴയില്ല. അതായത് കുട ചുരുക്കിയിട്ട് ഞാൻ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ട ഒന്നാമത്തെ അത്ഭുതമാണ് ഇത്. അപ്പോൾ എനിക്ക് ഇന്ന് പിന്നീട് ബൈബിള് വായിക്കുമ്പോഴാണ് യേശു കടലിനെ ശാന്തമാക്കി എന്ന് പറയുമ്പോൾ യേശുവിനെ പ്രപഞ്ചത്തിന്റെ മേൽ ഉറങ്ങുന്നവരെല്ലാം വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകം ആഗ്രഹിക്കുന്നവരൊക്കെ 2 കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയേ. അത് സാരില്ല, അതായത് ഉറങ്ങുകയാണെങ്കിലും നമ്മൾ ഹല്ലേലൂയ പറയണം. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഏത് സമയത്താണെങ്കിലും ദൈവമായ കർത്താവിന് മഹത്വം. നിങ്ങൾ അതല്ലേ ഉദ്ദേശിച്ചത്? ഹല്ലേലൂയ. നല്ലൊരു തീപ്പൊരി കൈയടി കൊടുത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിനെ കരങ്ങളടി. ഇപ്പൊ രണ്ടാമത്തേതാണ് പ്രിയ സഹോദരങ്ങളെ, പിശാചു ബാധിതനെ 5:1 പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നു. അതായത് അത് എന്താ അർത്ഥാകുന്നത്? യേശു ഇന്ന് ഈ കാലഘട്ടത്തില് അത് പറയുമ്പോൾ യേശുവിനെ പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുണ്ട്. ഞാനൊരു കാര്യം അമ്മച്ചിമാരൊക്കെ ചെറുപ്പക്കാരോട് ചോദിക്കാം, പിള്ളേര് ചെറുപ്പക്കാരി ഉത്തരം പറയാൻ പറ്റാവുന്ന ഒരാൾ ഇദ്ദേഹമാണ്. സഹോദരി സിറ്റാവുള്ളൂ. അതായത് നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലും പിശാച് എന്നൊക്കെ പറയണത് എന്ത് കാര്യം? എൻ്റെ അച്ഛ, എനിക്ക് പിശാച് ഉണ്ടോ? പിശാച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിലെ ചിലരുടെ മുഖമൊക്കെ കാണുമ്പോൾ പിശാചിന്റെ പോലെ ഉണ്ടെന്നല്ലാതെ ശരിക്കും പിശാചുണ്ടോ? ആ ഉണ്ട്. സംശയം എന്തെങ്കിലും? ഇല്ല. സംശയമില്ല. എന്തായാലും പ്രിയ സഹോദരങ്ങൾ, ഇനി ആരെങ്കിലും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ഇല്ല, എല്ലാവരും പിശാച് ഉണ്ട് എന്നാ നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ സ്പെഷ്യൽ കത്തോലിക്ക സഭയുടെ ഒരു ടീച്ചിങ് നിങ്ങൾ കറക്റ്റ് വിശ്വസിക്കുന്നുണ്ട്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഫ്രാൻസിസ് പാപ്പ പിശാചിനെ കുറിച്ച് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, പിശാചുണ്ട്. ഞാൻ പറയണതല്ല, മരിച്ചുപോയ ഫ്രാൻസിസ് പാപ്പ പറയാണ് പിശാചുണ്ട്. 2, ഇല്ല എന്ന് ആര് പറയുന്നോ അവനിൽ പൈശാചിക രൂപിയുണ്ട്. 3, അവൻ പാപം ചെയ്യാനായിട്ട് നിർബന്ധിക്കും. എന്താണ് പാപം ചെയ്യാൻ? എന്തിനെ പാപം ചെയ്യാൻ നിർബന്ധിക്കേണ്ട കാര്യം? പിശാചുണ്ട്, അവനെന്തിന് നമ്മൾ പാപം ചെയ്യാൻ നിർബന്ധിക്കേണ്ട കാര്യം എന്താ? കമോൺ, അവനെന്തിന് പിശാചിനെ നമ്മളെ പാപം ചെയ്യിക്കാനായിട്ട് നിർബന്ധിക്കണേ? നിരാശയിൽ പോകാനായിട്ട്, കുറ്റബോധത്തിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. ഞാൻ എന്തോരം പ്രാർത്ഥിച്ചു അച്ഛ, ഒരു കാര്യമില്ല. ഇങ്ങനെ നമ്മുടെ ഉള്ള അങ്ങനെയല്ലേ, എന്തോരം നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരു കാര്യമില്ല അച്ഛ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിരിക്കുന്നത്. എന്താണ് പിശാച്? രണ്ടാമത്തെ കാര്യമാണ് പിശാച് ഉണ്ട് ഇല്ല എന്ന് ആര് പറയുന്നു അവനിൽ പൈശാചിക രൂപം. 3-ാമത്തേതാണ് അവൻ പാപം ചെയ്യാൻ നിർബന്ധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പിശാച് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന്റെ കർത്തൃത്വം പിശാച് ഏറ്റിരുന്നുവെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കാരണം യോഹന്നാൻ 10:10 കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, അല്ലെ? പിശാച് വരണത് എന്തിനെയാണ്? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. ഞാൻ വരുന്നത് ആര്? യേശു വരുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ജീവൻ ഉണ്ടാകാനും. അപ്പൊ പിശാചിന് നമുക്ക് ബുദ്ധി കൊണ്ട് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല വരണമെന്ന്. പക്ഷേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്? നോ 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 നോ. പിശാച് എങ്ങനെയാണ് ഒരാളുടെ അടുത്തേക്ക് എൻട്രി ചെയ്യുക? സഹോദരിയുടെ പേര് പറഞ്ഞേ, ലീന സഹോദരിയുടെ ജീവിതത്തിലേക്ക് പിശാചിന് എൻട്രി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഫാൻ കറങ്ങുന്നുണ്ട് അല്ലേ? ഈ ഫാൻ കറങ്ങുന്നുണ്ട് എന്നതിന്റെ അർത്ഥം എന്താണ്? കറണ്ട് ഉണ്ട് അല്ലേ? അത് ചെമ്പുകമ്പിയിലൂടെ വൈദ്യുതി വന്ന് നമ്മള് കറണ്ട് കാണണ്ട. കറണ്ടിന്റെ ലൈറ്റ് കത്തുന്നു. ദേ ഫാൻ കറങ്ങണു, കറണ്ട് ഉണ്ടെന്നതിന്റെ അർത്ഥം. ഇതുപോലെ അപ്പോ ഈ കറണ്ട് വരുന്ന ഇലക്ട്രിസിറ്റി പവർ വരുന്ന പ്രതലമാണ് ഏത്? ചെമ്പുകമ്പി അല്ലെ? ഇതുപോലെ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതലം, ചെമ്പുകമ്പി പോലെ കടന്നു വരുന്ന പ്രതലമാണ് ഇത്. ആൻസർ മീ.
കടന്നു വരുന്ന പ്രതലമാണ് പാപം. അതുകൊണ്ടാണ് ഒരു വ്യക്തിയെ പാപം ചെയ്യിച്ചാൽ മാത്രമാണ് എന്തുള്ളോ അവന്റെ ജീവിതത്തിലേക്ക്. അതുകൊണ്ടാണ് യൂതിത്തിന്റെ പുസ്തകത്തില് എനിക്ക് 5:17 തോന്നുന്നു. യൂതിത്ത് 5, എനിക്ക് ഒന്ന് നോക്കണം, നിങ്ങൾ ടെക്സ്റ്റ് ഉള്ളവര് പെട്ടെന്ന് നോക്കണം. യൂതിത്തിന്റെ പുതിയ നിയമത്തിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല. പഴയ നിയമത്തിലെ പുസ്തകമാണ് യൂതിത്ത്. 5:17 ഒന്ന് വായിക്കാൻ പറ്റുമാർക്കെങ്കിലും? നിങ്ങൾ കുറിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കുറിക്കണം. 5:17 യൂതിത്ത് 5:17. അവിടെ ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് വചനം: പാപം ചെയ്യാത്തിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. ഒന്നേറ്റു പറഞ്ഞേ, പാപം ചെയ്യാത്തിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. കാരണം പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വലതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയാം. ഗ്രബീഷ് പറഞ്ഞേ ഹല്ലേലൂയാം. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, പാപം പ്രതലമാണ്. അതാണ് ഫ്രാൻസിസ് പാപ്പ പറയണത്. പിശാച് പാപം ചെയ്യാനായിട്ട് നിർബന്ധിക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, അല്ലേ? നമ്മൾ തന്നെ നോക്കിയേ, നമ്മൾ എന്തോരം ആഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എൻ്റെ മരുമോളോട് എൻ്റെ അച്ചോ, ഞാൻ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ തീരുമാനം എടുക്കും, ഇന്ന് എൻ്റെ മരുമോൾ എന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും പറയില്ല, ഞാൻ ഈശോയോട് ക്ഷമിക്കും. പക്ഷെ എൻ്റെ അച്ചോ, ഞാൻ അങ്ങനെ വീട്ടിലങ്ങോട്ട് എത്തിയാണ്ടല്ലോ, അവളൊരു കൊനിഷ്ട് ഇങ്ങോട്ട് പറയും. ആ സമയത്തില്ല അച്ഛാ, എൻ്റെ ഈ കാൽപാദത്തിന്റെ അടിയിൽ നിന്ന് ഒരു സാധനം അങ്ങോട്ട് ക്രേവിങ് എന്നാണ് അവർ പറയുക. ഈ കുടിയന്മാരെ കുടി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഈവനിങ്ങിലാണ് അവർ കുടിയുടെ സമയമെങ്കിലേ അവർക്ക് ക്രേവിങ് എന്നാണ് അതിന് പറയുക. അതായത് ഞാൻ അടിയിൽ നിന്ന് അവിടെ കയറി വരും. പിന്നെ കുടിച്ചല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഇതുപോലെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളുണ്ടെന്ന്. അപ്പൊ എനിക്ക് ഈ സംഭവം ഞാൻ തീരുമാനമൊക്കെ എടുത്തിട്ടാണ് പോണതെങ്കിലും മരുമോളെ കാണുമ്പോൾ എന്ത് വരും, അല്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോ ഭാര്യനെ കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ അയൽവാസിനെ കാണുമ്പോഴായിരിക്കും നമുക്ക് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പടപടേന്ന് പറഞ്ഞ് നമ്മുടെ കൺട്രോളിലൊക്കെ. ഇതാണ് പ്രിയ സഹോദരങ്ങളെ, അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, അതായത് ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ്. അതാണ് പിശാച് എപ്പോഴും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ആത്മശോധനയ്ക്ക് വിഷയീഭവിക്കേണ്ടതാണ്. നമ്മളിങ്ങനെ വിചാരിക്കരുത് മദ്യപിക്കുന്നതും കുട്ടികളുടെ ഫോൺ ഉപയോഗിക്കുന്നതും മാത്രമാണ് പാപം എന്ന്. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ഒരു അസൂയയിൽ നമ്മൾ അവരെ കാണുന്നത്, നോക്കി കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു തുറവിയില്ലാത്തത്, നമുക്ക് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തത്, നമ്മൾ നിരാശയിലായിരിക്കുന്നത്, അത് വലിയൊരു കാര്യമാണ്. അത് പറയാച്ചാ അവസാനം പറയാം. അപ്പൊ എന്താണ്? അപ്പോ പിശാച് പാപം ചെയ്യാനായിട്ട് നിർബന്ധിക്കും. നാലാമത്തെ കാര്യമാണ് ചെയ്ത പാപത്തെ ന്യായീകരിക്കും. അല്ലെങ്കിലും ഈ ലോകത്തിൽ ഇപ്പൊ ആരപ്പ അങ്ങനെ രഞ്ജിത്തച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ജീവിക്കണത്? ആരാ? ആ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണ് അച്ഛൻ പറയണേ. അത് ഇച്ചിരി ഇപ്പൊ മദ്യപിക്കൊണ്ട് എന്താ കുഴപ്പമെന്ന്? ഇപ്പൊ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുമോ ആൾക്കാർക്ക്? ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ? അതിങ്ങനെ ഓരോരോ ചെറിയ സാധനങ്ങൾ പറഞ്ഞ് എന്താ അവൻ ചെയ്ത് ആത്മവഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപമേതുവേ ചൊല്ലും വിഡ്ഢി ഞാനാകിൽ. അതായത് പിശാച് ചെയ്യുന്ന ഒരു അടുത്ത സാധനമാണ്, നമ്മൾ പാപം ചെയ്യിപ്പിക്കും, എന്നിട്ട് അതിനെ നീതീകരിക്കും, ന്യായീകരിക്കും. അപ്പോ നമ്മളിതൊക്കെ പറഞ്ഞു വന്നത് ഈ പിശാച് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ്. പിശാചിനെ ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു സംഭവം ഉണ്ട്. അച്ഛൻ ഞാൻ ഈ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ്, ഇപ്പം ഞാൻ സ്കൂളിലേക്കൊക്കെ മാറി. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേങ്ങണ്ടൂർ പള്ളിയിൽ അവിടെ ഞങ്ങൾക്ക് 3 സ്കൂളുകളുണ്ട്. ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഒരു CBSE സ്കൂളുണ്ട്, പിന്നെ ഒരു LP സ്കൂളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ ബ്രദർ CMI ഫാദറാണ്, ജെയിൻ താണിക്കൽ എന്ന് പറയും. അപ്പോൾ ജെയിൻ ഇപ്പം എനിക്ക് CMIയിൽ പോയാൽ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ ഞാൻ പോകാൻ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ വിചാരിച്ച്, ദൈവമേ അവിടെ പോയി കഴിഞ്ഞ് ഇനി പഠിപ്പിക്കേണ്ടി ഇങ്ങനെ വരും. സ്കൂളും കുറേ കാര്യങ്ങളൊക്കെ CMI ആശ്രമത്തിൽ അവർക്കുള്ളതല്ലേ. അപ്പോൾ ഞാൻ എന്നാ കപ്പൂച്ചിനിലാണെങ്കിൽ അപ്പം വിടണില്ല, എന്നാൽ പിന്നെ നാട്ടുപെട്ടായാലും പള്ളിയാണെന്നാണ് എൻ്റെ വിചാരം. ഓരോ പള്ളികളായിരിക്കുമല്ലോ.
എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ 5 വർഷം ഉണ്ടായി. സെഹിയോനിൽ ഞാനൊരു 1-2 വർഷത്തോളം ഉണ്ടായി. അവിടുത്തെ മിനിസ്ട്രികൾ സഹായിക്കാൻ പോകും. പിന്നെ ഇങ്ങനെ പള്ളി, ഇങ്ങനെ ഓരോ ശുശ്രൂഷകളും കാര്യങ്ങളും. കഴിഞ്ഞ വർഷം എന്നെ പിടിച്ചിട്ട് ഈ പള്ളി ഏങ്ങണ്ടി ഒരു പള്ളിയിലേക്ക് കേട്ടു. ഈശോ, ലൈവാണ് പോണത്. ഇടവകയൊക്കെ നല്ലതാണ്, പക്ഷേ എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ഈ പട പേടിച്ച് പന്തളത്ത് ഇവിടെ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ പോലെയാണ്. സാധാരണ ഒരു സ്കൂളൊക്കെ ഉണ്ടാവുള്ളൂ, ഇത് 3 സ്കൂളാണ്. എല്ലാ ദിവസവും ഇടി, വഴക്ക്, വക്കാണം, അത് തീർക്കുക, പിള്ളേർ തമ്മിൽ ബഹളം, എന്തൊക്കെയാണ് കാണിച്ചു. അപ്പം ഞാൻ, പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെയാണെങ്കിലും, എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും ഈശോയുടെ കരങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഏത് പ്രതികൂലത്തെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഞാനിങ്ങനെ ആങ്ങണ്ടൂർ പെട്ടെന്ന് തന്നെ വെച്ചപ്പോഴേ, ആങ്ങണ്ടൂർ ഇടവകയുടെ ഒപ്പം ഈ 3 സ്കൂളുകളുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, എന്താ നീ എന്നെ ഇങ്ങനെ ഒരു ഇപ്പം നമ്മൾ ചിലപ്പോൾ തോന്നില്ലേ, ചിലപ്പോഴൊക്കെ ഇവിടത്തുള്ളവരല്ല, അങ്ങ് തൃശ്ശനാപ്പിലയിലുള്ള ചേച്ചിമാർ ചിലപ്പോൾ പ്രാർത്ഥിക്കണത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എത്ര നല്ല ചെക്കന്മാരെന്നെ കാണാൻ വന്നതാണ്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞു, അത് വേറെ കാര്യം. എത്ര നല്ല, എന്നാലും ഈ മരം കോടനെയാണല്ലോ കർത്താവേ നീ എനിക്ക് കെട്ടി, അല്ലെ? ചിലപ്പോൾ അങ്ങനെ തോന്നില്ലേ. ഇതുപോലെ അച്ഛന്മാർക്ക് അങ്ങനെ തോന്നും ചിലപ്പോൾ, ദൈവമേ, എനിക്ക് എന്തിനും എന്നെ ഇങ്ങനെ ഇത്രയും സ്കൂളുകളുടെ ചാർജ്. ഞാനാണെങ്കിൽ ഈ TTC B.Ed ഒന്നും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് പഠിക്കാനും സ്കൂളിൽ പോകാനും പണ്ട് മുതൽ എനിക്ക് ഇഷ്ടമില്ല, ഇപ്പോഴും എനിക്ക് ഇഷ്ടമില്ല. എന്നെ എന്നിട്ട് ഈ 3 സ്കൂളിന്റെ ചാർജായിട്ട് എന്തിനും എൻ്റെ കർത്താവ് വിട്ടതെന്നൊക്കെ ഞാനും നിങ്ങളുടെ പോലെ തന്നെ ഞാനും പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈശോ എന്നിട്ട് ഈശോയുടെ അടുത്ത് ഇരിക്കണം. ഞാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല, നമ്മുടെ അവസ്ഥ പറയണം. 119-ാം സങ്കീർത്തനം ചേച്ചി നോക്കിയേ, 1 മണിയാവുമ്പോ പറയണണ്ട. അത് മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ ചൂടാറ്. 119-ാം സങ്കീർത്തനം 26-ാം തിരുവചനം എങ്ങനെയാണ്? ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് നമ്മുടെ അവസ്ഥ പറയണം. ഇപ്പൊ നോക്കി, ഈശോയെ എനിക്ക് തീർത്തും പറ്റുന്നില്ലല്ലോ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, എനിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ഈശോയോട് പറയും, ഈശോ എന്നെ ഈശോ ബലപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ സ്കൂളും പരിപാടിയൊക്കെ, പക്ഷെ അത് 3-ന്റെ മാനേജർ ഞാനാണ്. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും അതിന്റെ പേരിൽ നമുക്ക് ശമ്പളമൊന്നും കിട്ടില്ല. ഇടി കുത്ത് ചവിട്ടൊക്കെ നമുക്ക് കിട്ടും, ശമ്പളം പിന്നെ ടീച്ചർമാർക്കും കിട്ടും. പിന്നെ പിള്ളേരുടേതായ രീതിയിൽ. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്കത് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ വേണ്ട കൃപ കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 3-ാമത്തേതാണ് നമ്മൾ അടുത്ത ക്യാപ്ഷൻ. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്യാപ്ഷൻ ഏതാണ്? മർക്കോസ്ലിയുടെ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലെ ആ ക്യാപ്ഷൻ വായിച്ച്, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നു, അല്ലെ? രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നു പറയുമ്പോൾ എന്താ അർത്ഥം? അതായത് യേശുവിന് രോഗികളുടെ മേൽ, അല്ലെ? യേശുവിന് ആരുടെ മേൽ അധികാരമുണ്ട്? രോഗികളുടെ മേൽ. വലതുകരത്തിൽ പറഞ്ഞ് ഹല്ലേലൂയാ, വലതുകരം വീശി പറഞ്ഞ് ഹല്ലേലൂയാ. രോഗികളുടെ എന്ന് പറഞ്ഞ് ഏതൊക്കെ ശരീരത്തിന്റെ രോഗം മാത്രമാണോ? അല്ല, ആത്മാവിന്റെ തലമുണ്ട്. ആത്മീയമായി നമ്മൾ രോഗികളാണ്. അതിനേക്കാളും ഒരു വലിയൊരു തലമാണ് മനസ്സിന്റെ തലം, അല്ലെ? മാനസിക രോഗം എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലെ ഡിപ്രഷനൊക്കെ ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന കാലം. ഉദാഹരണത്തിന് പറയാം, നമ്മുടെ പിള്ളേരോട് നിങ്ങൾ വെറുതെ ഒന്ന് വഴക്ക് പറഞ്ഞൊന്ന് ഇതാക്കിയാൽ മതി. ഈ സഹോദരിയോടൊന്ന് പറയാം, ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ കേട്ടോ. ഇതൊരു കുട്ടിയാണ്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഞാൻ അപ്പനാണ്, ഞാൻ വഴക്ക് പറയാൻ പോകുന്നു. പേര് പറഞ്ഞ് ജാൻസി. നിന്നോട് 100 തവണ പറഞ്ഞിട്ടില്ലേ പഠിക്കുന്ന സമയത്ത് പഠിക്കാനായിട്ട്? ഈ മൊബൈൽ നോക്കിയിരിക്കുന്നത് എന്താ നീ ഉദ്ദേശിക്കുന്നത്? 10-ാം ക്ലാസ്സിൽ മാർക്കില്ലെങ്കിലേ നിനക്ക് +2 ഇല്ല കേട്ടോ, വല്ല കടയിൽ നീ പൊക്കോ. എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കണമെന്ന്? കണ്ട, ശാസ്ത്രീയാണ്. അപ്പൊ നിങ്ങൾ വെറുതെ നോക്കിയാൽ നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ ഒരു ശാസന കൊടുത്തിട്ടുണ്ടെങ്കിലേ, ചിലര് അതായത് ഒന്നോലെ ഓവർ ആക്റ്റീവ് ആവും അവര് പിന്നെ ആലമ്പാക്കാന്ന് പറയില്ലേ, അല്ലെങ്കിൽ അവരാകെ ഈ 2 ഇമോഷണൽ മെച്യൂരിറ്റി ഭയങ്കരമായിട്ട് കുറയുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഈശോ രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലെ ഈ മാനസിക ബലം, മനസ്സിന്റെ ബലമാണത്. അതില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ എന്താവും നിങ്ങളൊന്ന് വെറുതെ ചിന്തിക്കും. നമ്മുടെ പണ്ടത്തെ ആൾക്കാർ അപ്പച്ചന്മാരും അമ്മച്ചന്മാരൊക്കെ ഇടിച്ചു നിന്നതിന്റെ കാരണം തൊട്ടാ
10 പേരായിട്ട് കുസ്തി കൂടിയിട്ടാണ് അല്ലേ? ആ ഫൈറ്റിംഗ് പവർ ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പോഴത്തെ ഒന്ന് രണ്ട് മെയ്ത് എന്തായി? ഒരു കാര്യം പപ്പ എന്ന് പറയാനായിട്ട് ചെറിയൊരു പ്രശ്നം വരുമ്പോ കുട്ടികൾ എന്തായി? അയ്യോ, തളർന്നു പോരും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മക്കൾക്ക് എന്ത് വേണം? മനസ്സിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഈശോയെ, പിന്നെ പരിശുദ്ധാത്മാവിനയക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. നമ്മുടെ ഈ രക്തസ്രാവക്കാരിയിൽ നമ്മുടെ ശാരീരിക രോഗത്തിനേക്കാളും കൂടുതലായിട്ട് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആവശ്യമുള്ളത് എന്താണ്? മനസ്സിന്റെ തലത്തില് നമുക്ക് എന്ത് വേണം? നല്ല ആരോഗ്യം. ചേച്ചി കാലും മുകളിൽ വെച്ചോ, എനിക്ക് വേരിക്കോസ് ഉള്ളതാ, എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ചേച്ചി കാലും വെച്ച് മുകളിൽ വെച്ചോ, കുഴപ്പമില്ല കേട്ടോ. വേരിക്കോസ് ഉള്ളവർക്കാണ് വേരിക്കോസിന്റെ. എനിക്ക് വേരിക്കോസിൽ കാരണം ചേച്ചിയുടെ വിഷമം എനിക്ക് അറിയാൻ പറ്റും. കാല് നിലത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കണത്. കുത്തി നിൽക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ഹല്ലേലൂയ. അപ്പോൾ അതാണ് രക്തസ്രാവം. ഇതിൻ്റെയൊക്കെ ഓരോ അനുഭവങ്ങളിലേക്ക് പോകാൻ പറഞ്ഞ 100,000 തിയറി മാത്രമാണ് അച്ഛൻ പറയണത്. അതായത് യേശു രോഗികളെ നല്ലൊരു കുമ്പസാരം നടത്തുക. ഞാനിവിടെ കണ്ട വലിയൊരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ ഒരു അച്ഛനെ ഇവിടെ കുമ്പസാരിപ്പിക്കേണ്ട ഒരു അച്ഛൻ. നിങ്ങൾക്ക് അറിയില്ലേ ഇത്? ഒരച്ഛൻ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ പൗരോഹിത്യത്തിലെ എൻ്റെ ആനന്ദത്തിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പോയിൻമെൻറ്റുകളൊന്നും എനിക്ക് നൽകിയിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം, ഈശോ അറിയാതെ ആൻഡ്രൂസ് പിതാവ് എനിക്ക് നൽകുന്ന അപ്പോയിൻ്റ് ഒക്കെ ഈശോ നൽകുന്ന അപ്പോയിൻമെൻ്റ് ആണ്. കത്താരിലൂടെ വരണമെന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലൈന്റ് പറയണത് ആരോടാ? ആൻഡ്രൂസ് പിതാവിനോടല്ല. കാരണം എനിക്ക് അപ്പോയിൻമെന്റ് നൽകിയിട്ടുള്ളത് ആരാണ്? ഈശോയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് കംപ്ലൈന്റ് ആരോടാ പറയാ? ഈശോ വെറുതെ അല്ല നിന്നെ കുരിശിച്ചത്. നമുക്കെല്ലാം പറയാം, ഉള്ളിൽ കളിക്കാം. ഉള്ളിൽ വേറെ വെച്ചിട്ട് വേറെ പറയാൻ പാടില്ല. ഉള്ളിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് ഈശോയോട് പറയാം. അങ്ങനെ ഈശോ പറയുമ്പോൾ ഈശോ അത് കേൾക്കും. എന്നിട്ട് നമ്മൾ ആശ്വസിപ്പിക്കും. സാരില്ല, നീ എൻ്റെ കൂടെ നിൽക്ക്, ഞാൻ നിന്നെ ബലപ്പെടുത്താം, നീ എനിക്ക് പ്രിയപ്പെട്ടവനും. ഏത് വെറുതെ അല്ല നിന്നെ കുരിശിൽ തറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മൃതത്തിന് കുറച്ചു നേരം വെറുതെ ഇരിക്കില്ലേ? ചിലപ്പോൾ അറിയാതെ ഉറങ്ങിക്കും. അത് കഴിഞ്ഞ് ഈശോ പറയും, മകനെ നീ ഭയപ്പെടേണ്ട, നീ എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാന്യനും അമൂല്യനുമാണ്. അങ്ങനെയാണ് ഈശോ പറയണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനമായിട്ട് നമ്മൾ കാണുന്നതാണ് ജായിറോസ് അല്ലേ, അവസാനത്തെ രക്തസ്രാവക്കാരി സുഖപ്പെടുത്തുന്നു. പിന്നെ ജായിറോസിന്റെ മരിച്ച മകളെ ഉയർപ്പിക്കുന്നു. ഏതാണ് ജായിറോസിന്റെ മരിച്ച മകളെ? ഈ നിദ്രാഭാരമുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണെന്ന്? നിദ്രാഭാരമുള്ള ഈശോയെ കണ്ണടഞ്ഞു കഴിഞ്ഞത് മുമ്പിലാണ് അച്ചരിക്കുന്നത്. എന്തായാലും അച്ഛൻ പിടിക്കും. ഇപ്പൊ പറയും എന്നോട്, എന്നാലും ഈ കണ്ണടയ്ക്കാതെ നിൽക്കണ്ടല്ലോ. നിങ്ങളെ ഇടയ്ക്കൊന്ന് കണ്ണടച്ചാലും കുഴപ്പമില്ല. ഈ ഉച്ച നേരല്ലേ, ചിലപ്പോ ഉച്ചയ്ക്ക് കഴിഞ്ഞ് രാത്രി ഒന്നും ഉറങ്ങിയിട്ടാവില്ലേ? അത് മുമ്പിലാവും ചെയ്തു. ദൈവമേ, ഉറക്കാണെങ്കിൽ അതുപോലെ ഉറക്കം വരും ചെയ്യേണ്ടത്. മുമ്പിൽ ഭൂതം പോലെ അച്ഛനും വന്നേക്കുണ്ട്, പെട്ടു എന്ന്. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ പെട്ടെന്ന് ഒരു ചെറിയൊരു പൂച്ചുറക്കം എന്നല്ല പറയാ, നമ്മള് പൂച്ചുറക്കം എന്നല്ല പറയാ. പെട്ടെന്ന് കണ്ണടങ്ങി പൂച്ചുറക്കം. സാർ നിങ്ങൾ കണ്ടമാനം കൂർക്കം വലിക്കുകയാണ്, എനിക്ക് ഇപ്പൊ സമയമായി, നേരം വെളുത്തു എന്നൊക്കെ പറയാം. അപ്പൊ ചെറിയൊരു ഉറക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഹല്ലേലൂയ. പിന്നെ അതിനേക്കൂടെ ബ്രേറ്റ് കൂടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഉണ്ട്. കാരണം എന്താണെന്നറിയോ? നമ്മൾ നോക്കിയേ, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരണത്, നമ്മൾ പക്ഷെ ഒരു കുടുംബം പോലെ ആയില്ലേ? അത് പരിശുദ്ധാത്മാവാണ്. ഈ ഐക്യത്തിന്റെ ആത്മാവാണ് ആര്? പരിശുദ്ധാത്മാവ്. നിങ്ങളിലുള്ള ആത്മാവ് തന്നെയാണ് ആരിലുള്ളത്. അതുകൊണ്ടാണ് എന്ത് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ പറയാൻ പറ്റില്ല നമുക്ക്. നമ്മൾ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നോമ്പിന്റെ പാതി ഇണ്ടേറി ഉണ്ടാക്കുന്ന ദിവസത്തിന്റെ തലേ ദിവസമാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയേണ്ടത്. പക്ഷെ നമുക്കൊരു ആത്മാവുള്ളിടത്ത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വലിയൊരു അഭിഷേകം. അവസാനത്തേതാണ് ജായിറോസിന്റെ മരിച്ച മകളെ ഉയർപ്പിച്ചു. ഇനി ഒരു പാട്ട് കൂടി പാടിയിട്ട് അച്ഛൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ, പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുണ്ട്. 2, പൈശാചിക ശക്തികളുടെ മേൽ. 3, രോഗങ്ങളുടെ മേൽ. 4, മരണത്തിന്റെ മേൽ. ഇത്രയും സർവശക്തനായ യേശുവിലാണ്, ഇതുപോലെ സർവശക്തനായ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അപ്പൊ എന്നിട്ട് നമ്മൾ അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. പടിയേ,
അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്നിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്നിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. നോക്കൂ സഹോദരങ്ങളെ, ഇത്രയും സർവശക്തനായ ഒരു ദൈവം, പ്രപഞ്ചത്തിന്റെ മേലധികാരമുള്ള, പൈശാചിക ശക്തികളുടെ മേലധികാരമുള്ള, രോഗങ്ങളുടെ മേലധികാരമുള്ള, മരണത്തിന്റെ മേലധികാരമുള്ള ഒരു യേശുവിനെയാണ് ഈ ബലിയിൽ നാം ആരാധിക്കുന്നത്. അപ്പൊ നമ്മളൊരു കുഞ്ഞ് പ്രശ്നം, പിശാചിയാണെന്ന് എന്താണെന്ന് പറയുക, ഒരു കുഞ്ഞ് പ്രശ്നം വെക്കും. ഏതെങ്കിലും ഒന്നുമല്ല, മകന്റെ ജോലി, അല്ലെങ്കിൽ കല്യാണം, കുഞ്ഞുങ്ങളില്ല, അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പാപഹേതുക്കള്, അല്ലെങ്കിൽ പ്രേമം, അത് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കുഞ്ഞ് വിഷയം വെക്കും. എന്നിട്ട് പിശാച് ചെയ്യുന്ന സാധനമാണ്, അതിനെ പർവ്വതീകരിക്കും. എന്നിട്ട് പിശാച് നമ്മളോട് പറയും ആർക്കും തന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയും. നമ്മളത് വിശ്വസിക്കും. കൗശലക്കാരനാണ് അവൻ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലെയാകും. കൗശലമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയണതാണ് കൗശലക്കാരനാണ്. ഇതുപോലെ നമ്മളൊരു പ്രശ്നം അവതരിപ്പിച്ചിട്ട് പറയും, നോക്കിയേ കണ്ടോ. അപ്പൊ ഒരു 10 പേരോട് ഉപദേശം ചോദിക്കും. ഈ 10 പേരും അവിശ്വാസികളാണ്. എല്ലാ ദിവസം കുർബാനയ്ക്ക് പോകും, പക്ഷെ അവിശ്വാസമുള്ളോ അവരോട് അവർ പറയും അപ്പൊ നമ്മൾ എന്തായി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ഏതൊക്കെ പ്രതികൂലം ഉണ്ടോ ആ പ്രതികൂലത്തിലേക്ക് ഈശോ, ഇത്രയും സർവശക്തനായ യേശുവിനെ നമ്മൾ വിളിക്കണം. നോക്കൂ സഹോദരങ്ങൾ, ഒന്നുമില്ലാത്ത ഈ മണ്ണിൽ നിന്ന് എത്ര മനോഹരമായ വിധത്തിലാണ് കർത്താവ് ഇവിടെ ഈ സെന്ററിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് ഒരു ദേശത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ജനം അവര് എല്ലാം ആത്മീയമായിട്ട് വളരണം, ഭൗതികമായിട്ടും വളരണം. ഈ ആലയത്തിൽ നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭൗതികമായതെല്ലാം, ആത്മീയമായതും ഒന്നാമത് കർത്താവ് നിങ്ങൾക്ക് നൽകും. അതിൻ്റെ ഒപ്പം തന്നെ ഭൗതികമായതും കർത്താവ് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതെന്നെ ആലോചിച്ചിട്ട് വേണം പറയാനായിട്ട്. ആരിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം? യേശുവിൽ. ഇത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ 2 കരങ്ങളും ഉയർത്തി ഇടിമുഴക്കത്തിന്റെ സ്വരത്തിൽ 5 തവണ യേശുവേ എന്ന് ചങ്ക് പൊട്ടി വിളിച്ച് പ്രാർത്ഥിച്ചു. ആരാധന യേശുവേ, നന്ദി യേശുവേ.